ആ സമയത്ത് അതായത് 85 കാലഘട്ടത്തിൽ ഞാൻ താമസിക്കുന്ന കുറിച്ചിത്താനം ഗ്രാമം, അവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. കുറിച്ചിത്താനം പൂത്തിരിക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവിടുത്തെ പൂജാരി എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനായിരുന്നു. അപ്പം ഞാനിങ്ങനെ മലമേലിൻ്റെ ഒക്കെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ വലിയ വലിയ മലമേലൊക്കെ അന്ന് വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. കാണണമെങ്കിൽ ആൾക്കാർ ക്യൂ നിൽക്കും. കാരണം അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയൊരു വ്യക്തിയായിരുന്നു. അത് 40-40 വർഷമായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുടെയൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ പോയി തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ എന്നോട് ഈ പൂജാരി പറഞ്ഞു, നിനക്ക് ഞാനൊരു അസൈൻമെൻറ്റ് തരാം. എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ നാമജപം എന്നൊരു പരിപാടിയുണ്ട്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശ്രീകൃഷ്ണ നാമം ജപിക്കുക, രാമനാമം ജപിക്കുക. അത് കൂട്ടായ്മയായിട്ടൊരു 19 പേര് വന്നിരുന്ന് ജപിച്ചിട്ട് പോകും. മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാമോ? അവർ എനിക്കൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. വറവ് എടുക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാൻ അതൊക്കെ ഞാനും പറഞ്ഞുതരാം. അതുപോലെ അത്യാവശ്യ കാര്യങ്ങൾ, അതായത് ഒരു സാമ്പാർ എങ്ങനെ വയ്ക്കും, പരിപ്പ് സാമ്പാറിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് പരിപ്പാണ്. പരിപ്പ് വേവിക്കുന്നത് എങ്ങനെ, അതുപോലെ നമുക്കറിയില്ലായിരുന്നു. പരിപ്പ് എങ്ങനെ വേവിക്കും, സാമ്പാർ എങ്ങനെ കൂട്ടിക്കൊടുക്കാം. അങ്ങനെ ആ കുറിച്ചിത്താനം പൂത്തിരിക്കോവിൽ സ്വാമി ക്ഷേത്രത്തിൽ തടപ്പള്ളിയിൽ നിന്ന് ഈ മലമേലിൻ്റെ കൂട്ടത്തിൽ പോയി തുടങ്ങിയ ഒരു അനുഭവം വെച്ചിട്ട് എന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ട. 50 പേർക്കൊക്കെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നൊരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അത്യാവശ്യം അറിയാമെങ്കിൽ. എനിക്കൊന്നും അറിയില്ലായിരുന്നു അന്ന്. പക്ഷേ ആ പൂജാരിയിൽ നിന്നായിരുന്നു ശരിക്കും പാചകത്തിൻ്റെ ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ മലമേലിൻ്റെ കൂട്ടത്തിൽ പോകുന്നത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ചെറിയ ഒറ്റയ്ക്കൊരു പരിപാടി കൂട്ടത്തിൽ നിർത്തി ചെയ്യിപ്പിക്കാൻ തുടങ്ങിയത് അദ്ദേഹമായിരുന്നു. ജയന്തൻ നമ്പൂതിരി പറയും, വെളിയന്നൂരിലുള്ള ഒരാളായിരുന്നു. കുറിച്ചിത്താനം പൂത്തിരിക്കോട് സ്വാമി ക്ഷേത്രത്തിൽ തടപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ പാചകമാണ് പിന്നീടൊരു പാചകക്കാരനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് എനിക്ക് വഴിവെച്ചത്. അപ്പോൾ എൻ്റെ ബാലപാഠങ്ങൾ കിട്ടിയ ആ തടപ്പള്ളിയിലെ ഒരു ഗ്രേസ്, നമ്മൾ ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഉണ്ടാകാവുന്ന ഒരു ഗ്രേസ് ഉണ്ടല്ലോ, അത് അന്ന് മുതൽ ഇന്ന് വരെ എന്നും എന്നോടൊപ്പമുണ്ട് എന്നൊരു ഉത്തമ വിശ്വാസത്തിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. പിന്നീടാണ് ഈ 50 പേർക്ക് വെച്ച് കൊടുത്ത് തുടങ്ങിയ ആളാണ് ഇപ്പോൾ 50,000 അല്ലെങ്കിൽ 5 ലക്ഷം വരെ ആൾക്കാർക്ക് പാചകം ചെയ്ത് കൊടുക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയത്. ഈ പാചകം എന്ന് പറയുമ്പോൾ അതിനൊരു കൊമേഴ്സ്യലായിട്ട് കാണേണ്ടതുണ്ട്, അതിൻ്റെ ഒരു ഡിവൈൻ കൺസെപ്റ്റിൽ കാണേണ്ടതുണ്ട്. ഒരു ഡിവൈൻ കൺസെപ്റ്റിൽ നമ്മളതിനെ കാണുമ്പോൾ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തു കൊടുക്കുന്ന പാചകങ്ങളാണ്. അവിടെ പരമാവധി ഉണ്ടാവുക ഒരു 50, 75, 100 പേർക്ക് മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം പാചകങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിക്കുകയുണ്ടായി. അതുകൊണ്ട് പിന്നീട് മലമേലിൻ്റെ കൂട്ടത്തിൽ അധികകാലം ഞാൻ പോയില്ല. പിന്നീട് പോയി, കാരണം ഞാൻ നല്ലോണം പഠിച്ചതിന് ശേഷം. കാരണം ഈ ചെറിയ ചെറിയ പരിപാടികൾ, അതായത് ഈ ജയന്തൻ നമ്പൂതിരി എനിക്ക് പറഞ്ഞു തന്നിരുന്ന ചെറിയ കാര്യങ്ങൾ, ഒരു കാളൻ ഉണ്ടാക്കുക, സാമ്പാർ ഉണ്ടാക്കുക, അവിയലുണ്ടാക്കുക, പായസങ്ങളുണ്ടാക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേർക്കൊന്ന് കൊടുത്താൽ മതി. 50 100 പേർക്ക് കൊടുത്താൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ആ ഒരു ഡിവൈൻ കൺസെപ്റ്റിലേക്ക് മാറി. അപ്പോൾ അതിൻ്റെ അകത്ത് അധികം വിഭവങ്ങളുണ്ടാവാറ് പതിവില്ല. ഈ അമ്പലങ്ങളിൽ വരുന്ന പരിപാടി പോയിട്ടുള്ളവർക്കറിയാം, 2-3 കൂട്ടം വിഭവങ്ങളുണ്ടാവും. എന്നാൽ അത് നന്നായിട്ട് വയ്ക്കാനായിട്ട് ഞാൻ ഉപാസിക്കുന്ന കുറിച്ചിത്താനം ക്ഷേത്രത്തിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ ആദ്യ പാഠങ്ങൾ കിട്ടി. അവിടെ വെച്ച് ഞാനിങ്ങനെ പലതവണ 50-100 പേർക്ക് ഞാൻ വെച്ച് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം എനിക്കൊരു 250 പേർക്ക് വരെ കൊടുക്കാനുള്ള ഒരു ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ചെറിയ ചെറിയ കല്യാണങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ചോറൂണിന്, അല്ലെങ്കിൽ തലേ ദിവസത്തെ ഫംഗ്ഷന് ഒക്കെ എന്നെ വിളിക്കാൻ തുടങ്ങിയ ആൾക്കാർ. അങ്ങനെ കുറിച്ചിത്താനത്ത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഒരറിവ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ മലമേലിലൂടെ പിന്നീട് അദ്ദേഹത്തിനോട് ഞാൻ പിന്നീട് 1-2 തവണ പോയി. കാരണം അത് ഈ കുറച്ചുകൂടി പാചകത്തിനെക്കുറിച്ച് അറിവായതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. ആ സമയത്ത് തന്നെ സമകാലികരായിട്ടുള്ള ഒരു പാണ്ഡം ശങ്കർ നമ്പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പാചകത്തിൽ അറിവിൻ്റെ ഒരു ഉസ്താദായിരുന്നു. മലമേൽ നീലകണ്ഠൻ നമ്പൂതിരിയേക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരാളായിരുന്നു. അത് ഒരു ശാസ്ത്രീയമായിട്ട് വെജിറ്റേറിയൻ പാചകം വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്തു കൊടുക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലും
ഈ ചെറിയ അറിവുകൾ വെച്ചിട്ട് കൂട്ടത്തിൽ നടന്ന് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അതുപോലെ ഒരു കൃഷ്ണയ്യരുണ്ടായിരുന്നു, തൃപ്പൂണിത്തുറക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടുതലും പോയിരുന്നു. അങ്ങനെ ഒരു കുറച്ച് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു 3-4 പാചകക്കാരുടെ കൂട്ടത്തിൽ പോയിട്ട് ശരിക്കും പാചകം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എനിക്കൊരു വൈരുദ്ധ്യം തോന്നിയത്, 4 പേരുടെ കൂട്ടത്തിൽ പോയപ്പോൾ 4 പേരും 4 രീതിക്കാണ് ചെയ്യുക ഓരോന്നും. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന ഏതാണ്? അപ്പോൾ ഒരു അവിയൽ തന്നെ 4 രീതിക്ക് ഉണ്ടാക്കുമ്പോൾ അതിലേതാണ് നല്ലതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് ക്വാളിറ്റിയുള്ള സാധനങ്ങളായി മാറി. ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് മാറിയെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ പലരുടെ നല്ല സാധനങ്ങൾ അല്ലെങ്കിൽ അവരുണ്ടാക്കിയതിൽ നല്ലതെന്ന് തോന്നിയ റെസിപ്പികൾ ഞാൻ സ്വായത്തമാക്കുകയും അത് പിന്നീട് എൻ്റെ പാചകത്തിൽ കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് ഒരു ഗുണം കൂടിയത്, ഇവരൊക്കെ കുറച്ച് പരിണതപ്രജ്ഞരായിട്ടുള്ള പാചകക്കാരാണ്. അവർക്കൊരിക്കലും വേറൊരാളുടെ കൂട്ടത്തിൽ പോയി പാചകം ചെയ്യാൻ പറ്റില്ല. എനിക്കത് പറ്റും, കാരണം ഞാനെൻ്റെ ആദ്യകാല പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ലേ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടി നല്ല ഐറ്റംസ് ഓരോരുത്തരും ചെയ്യുന്നത് കണ്ടെത്തുകയും അത് എൻ്റെ പാചകത്തിൽ കൊണ്ടുവരികയും ചെയ്തപ്പം ഇംപ്രവൈസ്ഡായിട്ടുള്ള ഒരു പാചക രീതി എനിക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. അപ്പോൾ ആ സമയത്താണ്, അതായത് 87 മാർക്കൊക്കെ പതുക്കെ പാചകത്തിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്ത് തുടങ്ങി. 92-94 ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു 500 പേരുടെ പ്രോഗ്രാം എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ കുറിച്ചിത്താനത്ത് അമ്പലത്തിൽ സ്ഥിരമായിട്ട് വായനയ്ക്ക്, അതായത് ഈ മഹാഭാരതം പാരായണം, സപ്താഹയജ്ഞം എന്ന് പറയും, സപ്താഹയജ്ഞത്തിന് വന്നുകൊണ്ടിരുന്നത് ബ്രഹ്മശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂരി അദ്ദേഹമായിരുന്നു. അദ്ദേഹം നമ്മളെ വിട്ടുപോയി, മള്ളിയൂരാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം. അപ്പോൾ അദ്ദേഹം പലതവണ വന്നു കഴിഞ്ഞപ്പോഴോ കുറിച്ചിത്താനത്ത് അമ്പലത്തിൽ വരുമ്പോഴൊക്കെ എന്നെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ ഈ ചില പ്രത്യേക രീതികളാണ് ഭക്ഷണത്തിനുണ്ടായിരുന്നത്. അധികം ഉപ്പ് പാടില്ല, അധികം എരിവ് പാടില്ല, കാരണം നല്ല പ്രായമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരസ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള ഭക്ഷണം മാത്രമേ അദ്ദേഹം കഴിച്ചിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ 3-4 തവണ പല ക്ഷേത്രങ്ങളിലും ഞാനിങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം. അധികം ആളൊന്നുമില്ല, ഒരു 10 പേര് മൊത്തത്തിലുണ്ടാവുള്ളൂ, എല്ലാം കൂടെ കൂടിയിട്ട്. അത് നന്നായിട്ട് വൃത്തിയായിട്ട് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതേ സമയത്ത് നമ്മൾ ഈ കോട്ടയത്തിന് കേരളത്തിലെ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ നമ്മൾ 4ആയിട്ട് തിരിക്കുക. 1 തിരുവനന്തപുരം സ്റ്റൈല്, 2 മധ്യ തിരുവിതാംകൂർ, 4 വടക്കൻ കേരളത്തിൽ ഏറനാട്, അതായത് തൃശ്ശൂർക്കപ്പുറം ഉള്ളതും, പിന്നീട് പാലക്കാട് സൈഡിലേക്കുള്ള, തൃശ്ശൂർക്കപ്പുറമുള്ള വടക്കൻ ഭക്ഷണ രീതിയല്ല, പാലക്കാട് സ്റ്റൈലിലേക്കുള്ള. അപ്പോൾ ഈ 4 സ്ഥലങ്ങളിൽ 4 ഭക്ഷണ രീതികളാണ് വെജിറ്റേറിയൻ ഭക്ഷണം കേരളത്തിൽ പൊതുവെ അനുവർത്തിച്ച് വരുന്നതും കണ്ടുവരുന്നതും നമുക്ക് കിട്ടുന്നത്. ഈ മള്ളിയൂർ ശങ്കരൻ നമ്പൂരി അദ്ദേഹം എന്നെ 2 സ്ഥലത്ത് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പാചകം ചെയ്യാൻ കൊണ്ടുപോയതാണ്. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു സപ്താഹം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് സപ്താഹത്തിന് പോയി കഴിഞ്ഞപ്പോൾ കുറച്ചാളേ ഉള്ളൂ, 10, ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറിയ ബാലപാഠങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന്, അതായത് കുറിച്ചിത്താനത്ത് അമ്പലത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകൾ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം സപ്താഹത്തിന് പോയപ്പോൾ എന്നെ കൂട്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പോഴും ഒരു 100 പേർക്ക് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറയും, അല്ല, ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ 10 പേരല്ലേ ഉള്ളൂ. അതല്ല, അവിടെ ചെന്നപ്പോൾ അവിടെ പാചകക്കാരനൊന്നും വന്നില്ല, അവിടുത്തെ പാചകക്കാരൻ വന്നിട്ടില്ല. അപ്പോൾ അവിടെ കേൾക്കാൻ വരുന്ന ആൾക്കാർക്ക് കൂടി പാചകം ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ സംഘാടകർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, അത്യാവശ്യം ഇങ്ങനെ ചെറിയ മുടക്ക് പണികളൊക്കെ ആയിട്ട് നടക്കാമെന്നുള്ളതല്ലാണ്ട്. പിന്നെ പൊതുവേ ഇതൊരു കേരളത്തിൽ മധ്യ തിരുവിതാംകൂർ, അതായത് കോട്ടയം സ്റ്റൈലുള്ള അറിയാവുന്ന, അതേ എനിക്കറിയാവുള്ളൂ. 100 പേർക്കൊക്കെ മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെയുള്ള അനുഭവ സമ്പത്തേ ഉള്ളൂ. ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്കെന്നെക്കൊണ്ടാവും, എനിക്കറിയില്ലല്ലോ എന്ന് പറയും. അത് കുഴപ്പമില്ല, ഇതിപ്പോൾ കേൾക്കാൻ വരുന്നവരല്ലേ, സദ്യയൊന്നും അല്ലല്ലോ, ഒരു ഓർഗനൈസ്ഡായിട്ട് ബുക്ക് ചെയ്ത പ്രോഗ്രാമൊന്നും അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ പാളിച്ചകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമൊന്നും ആവില്ല. കൊടുക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു. ഞാൻ മള്ളൂർ അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ അതും കൂടി കേൾക്കട്ടെ. പറയാനോട്, നീ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുത്തോളൂ, കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ അവർക്കും വേണ്ടിയിട്ടും കൂടി
ഒരു 75-80 പേർക്ക് പാചകം ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു നമ്പറാണ് 80 പേര്. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കി തരാനൊക്കെ ആൾക്കാരുണ്ട്. അതിന് കുറച്ചുകൂടി നന്നായിട്ട് അതിങ്ങനെ അതിനെക്കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ അത് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു 7 ദിവസത്തെ പരിപാടിക്ക് ഭക്ഷണം പാചകം ചെയ്യുക. സപ്താഹത്തിന് രുക്മിണി സ്വയംവരം വായിക്കുന്ന ഒരു ദിവസമുണ്ട്. ഏതാണ്ട് 7 ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയിൽ 6-ാം ദിവസമാണ് അത് വരിക. അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് രുക്മിണി സ്വയംവരം വായിക്കണമെന്ന് കൊട്ടാരത്തിൽ നിന്നും കുറച്ച് പേരെ കേൾക്കാൻ വന്നു. ഇപ്പോഴത്തെ അവിടെ ജീവിച്ചിരിക്കുന്ന അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഉൾപ്പെടെ ഒന്ന് കേൾക്കാൻ വന്നിരുന്നു. അപ്പോൾ അവർ മള്ളിയൂരാണ് വായിക്കുന്ന, അതിന് മള്ളിയൂർ അദ്ദേഹം വായിക്കുന്ന വളരെ സരസമായിട്ട് വളരെ ഭക്തിപൂർവ്വം വായിക്കുന്നതാണ്. ഇരിക്കുന്ന ആൾക്കാരൊന്നും എണീറ്റ് പോവില്ല കേട്ടുകൊണ്ടിരുന്ന, അറിയാവുന്നതാണല്ലോ. അവിടെ നിന്ന് ഇപ്പോൾ ഉച്ചയായ സമയത്ത് അവരോട് ഭക്ഷണം കഴിച്ചിട്ട് പോയാമെന്ന് പറഞ്ഞു. അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് വന്നവർ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, കാരണം പുറത്തുനിന്ന് ഞങ്ങൾ കഴിക്കാറില്ല. അപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇവിടെ ബ്രാഹ്മണരുമാണ് വച്ച് കൊടുക്കാൻ. കൊട്ടാരത്തിൽ പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ കൂടെയുള്ള ആളേനാണ് പാചകം ചെയ്തത്, കഴിക്കാമെന്ന് പറഞ്ഞു. മള്ളിയൂരവരെ ക്ഷണിച്ചിരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്തു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ സപ്താഹം കഴിഞ്ഞ് ഉടനെ ഒരു 2 മാസത്തിനുള്ളിൽ കൊട്ടാരത്തിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അത് പടിയേറ്റം എന്ന് പറയും. നമ്മളത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ചരിത്രത്തിലെ അവസാനത്തെ പടിയേറ്റമാണത്. അതായത് കൊട്ടാരങ്ങളിൽ നിന്നും പെൺകുട്ടികളെ വിവാഹം കഴിച്ച് കൊടുക്കാറില്ല. വിവാഹം കഴിക്കുന്ന ആൾ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികളിലൂടെയാണ് സന്തതി പരമ്പര അവർ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ പെൺകുട്ടി ഇല്ലാതാവുകയും കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് ദത്തെടുത്തിട്ട് അവരുടെ ഒരു വിവാഹം നടത്തുക. അപ്പം അതിന് പടിയേറ്റം എന്നാണ് ചടങ്ങിന് പറയുക. ലേഖത്തമ്പുരാട്ടി എന്നാണ് അതിൻ്റെ ആ കുട്ടിയുടെ പേരും. അപ്പോൾ ഈ ലേഖത്തമ്പുരാട്ടിയെ ദത്തെടുത്ത് പടിയേറ്റം ചടങ്ങിന് ശേഷം ആ കുട്ടിയുടെ വിവാഹം നടത്തുമ്പോൾ വിവാഹത്തിന് മുൻപ് അന്ന് രാവിലെ ഈ റോയൽ ഫാമിലിക്ക് മാത്രമായിട്ട് ഭക്ഷണം കൊടുക്കണം. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വിരലിൽ എണ്ണാൻ മാത്രം, ഒരു 100 പേരിൽ താഴെയുള്ള ആൾക്കാരേ ഉള്ളവർ. അപ്പോൾ അവിടെ വെച്ച് മള്ളൂർ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇവർക്ക് ഈ ഭക്ഷണം, അതായത് കോട്ടയം സ്റ്റൈൽ ഭക്ഷണം കഴിച്ചപ്പോൾ തിരുവിതാംകൂറിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയാണല്ലോ ഇവിടുത്തെ കോട്ടയത്തിൻ്റെ ഭക്ഷണ രീതി തന്നെ അങ്ങനെയാണ്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു, ആസ്വാദ്യകരമായിട്ട് തോന്നിയോണ്ട് പറഞ്ഞു, പടിയേറ്റം ചടങ്ങിന് എന്നെ പാചകത്തിന് കിട്ടുമോ എന്നവർ അന്വേഷിച്ചു. ഇത് കഴിച്ചതിൻ്റെ ഒരു ഓർമ്മയിലായിരിക്കാം. അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് എനിക്കൊരു ക്ഷണം വന്നു. ഈ പടിയേറ്റം ചടങ്ങിന് മുൻപായിട്ട്, കല്യാണത്തിനൊന്നും അല്ല കേട്ടോ, ഒക്കെ വലിയ പരിപാടികളാണ്. റോയൽ ഫാമിലിക്ക് മാത്രം വളരെ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വളരെ കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാനൊന്ന് കോട്ടയത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ കൊട്ടാരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം കോട്ടയംകാരൻ ഒരാൾ വന്ന് അവിടെ വന്ന് ഭക്ഷണം കൊടുക്കുന്നത്. എന്തായാലും എനിക്ക് കിട്ടിയ ആദ്യത്തെ മീഡിയ എക്സ്പോഷർ അതായിരുന്നു. മീഡിയകളെല്ലാം പേപ്പറുകളിൽ മാത്രമേ ന്യൂസ് വന്നിരുന്നുള്ളൂ. എല്ലാ പേപ്പറുകളും എസ്പെഷ്യലി മാതൃഭൂമി നല്ലോണം അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പാചകക്കാരനായിട്ട് എനിക്ക് ചെറിയ അഹങ്കാരം തോന്നി തുടങ്ങിയോന്ന് എനിക്കൊരു സംശയം തോന്നി. കാരണം ഞാൻ ആകെ വെച്ച് കൊടുത്തത് 10-75 പേർക്കാണ്. പക്ഷേ മാതൃഭൂമിക്കാർ എഴുതിയ ഭയങ്കര സംഭവമായിട്ടാണ്. ഇതിന് ശേഷം ഈ ഒരു ന്യൂസിന് ശേഷം ആൾക്കാർ പതുക്കെ ഞാനെന്ന വ്യക്തിയെ, അതായത് ഈ പഴയടം മോഹനൻ നമ്പൂരി, PD മോഹൻ പഴയടം മോഹൻ നമ്പൂരി ആയൊരു സമയം ഇതായിരുന്നു. പഴയടം മോഹൻ നമ്പൂരിയെ പാചകത്തിന് കിട്ടുമോ എന്ന് ആൾക്കാർ അന്വേഷിച്ച് തുടങ്ങിയിരുന്നു. ചെറിയ കല്യാണങ്ങൾക്കൊക്കെ ക്ഷണം വന്ന് തുടങ്ങി. 250, 500 എന്നൊക്കെ രീതിക്കൊക്കെ ക്ഷണം വന്ന് തുടങ്ങി. ഏതാണ്ട് 96, 97, 98 കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പാചകക്കാരനായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വിവാഹവും കഴിഞ്ഞിരുന്നു. 87 വിവാഹവും കൂടി കഴിഞ്ഞിരുന്നു. പിന്നെ ഈ
2 കുട്ടികളാണ് എനിക്കുള്ളത്. യദു, മാളവിക. യദു ഒരു യൂട്യൂബ് വ്ളോഗറാണ്. രുചി ബൈ യദു പഴയടെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് വ്ളോഗറാണ്. പിന്നെ അവനിപ്പോൾ റെസ്റ്റോറൻറ്റ്സ് നടക്കണം. ഈ പടിയേറ്റം ചടങ്ങിന് ശേഷം വന്ന ഒരു എക്സ്പോഷർ കൊണ്ട് എനിക്ക് കിട്ടിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാചകക്കാരനെക്കുറിച്ചൊരു റിപ്പോർട്ട് ഇതിനു മുൻപ് വന്നിരുന്ന എൻ്റെ ഗുരു ശ്രീ മലമേൽ നീലകണ്ഠൻ നമ്പൂതിരിയെക്കുറിച്ച് മാത്രമേ ഒരു പേപ്പറുകാർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് വിഷ്വൽ മീഡിയ അന്ന് ഇത്രയും ഇല്ല, വിഷ്വൽ മീഡിയ വന്നിട്ടില്ല. പേപ്പറുകളിലായിരുന്നു അന്ന് ന്യൂസുകളെല്ലാം വന്നിരുന്നത്. ചെറിയ ചെറിയ കല്യാണങ്ങൾക്ക് 500 പേര് വരെയുള്ള പരിപാടികളെല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പലരിൽ നിന്നും കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞത്. ഈ വലിയ പാചകക്കാർക്ക് ഒരിക്കലും അവരുടെ ട്രാക്ക് വിട്ട് മാറാൻ പറ്റില്ല. കാരണം വേറൊരാളുടെ കൂട്ടത്തിൽ അവർ പോവില്ലല്ലോ. എനിക്ക് ആദ്യകാലത്ത് അല്ലെങ്കിൽ ഈ 87 മുതൽ 97 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ പല ആൾക്കാരുടെയും കൂട്ടത്തിൽ നടന്ന് പാചകം ചെയ്യാൻ കഴിഞ്ഞുകൊണ്ടാണ് എനിക്കൊരു ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. 98-99 കാലഘട്ടത്തിലാണ്, ഈ പടിയേറ്റം ചടങ്ങിന് ശേഷമാണ് അന്ന് കോട്ടയത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ വൈക്കം മിഷൻ സഖാവിൻ്റെ മകളുടെ വിവാഹത്തിന് പാചകം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരു ദിവസം നന്നായിട്ട് അതേണ്ട ഒരു 750-800 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു സംഖ്യയായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റത്തെ വർഷം 2000 കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം, അങ്ങനെയാണ് റവന്യൂ ജില്ലയുടെ കലോത്സവമാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. കോട്ടയത്തെ സ്കൂൾ കലോത്സവത്തിന് KST എന്ന അധ്യാപക സംഘടനയായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധ്യാപക സംഘടനയായിരുന്നു അതിൻ്റെ ഭക്ഷണകാര്യം ഏറ്റിരുന്നത്. അപ്പോൾ വൈക്കം വിശ്വൻ ചേട്ടൻ്റെ മകളുടെ വിവാഹം നന്നായിട്ട് ചെയ്യാൻ പറ്റിയുണ്ട് ഒരു നല്ല അഭിപ്രായം അദ്ദേഹത്തിന് എന്നിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ് പാർട്ടിയുടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചു, ഇങ്ങനെ ഈ കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഞാൻ ഭക്ഷണം പാചകം ചെയ്തോട്ടെ. അപ്പോൾ 2500 മുകളിൽ ആൾക്കാർ വരുന്നതാണ്. ഈ ഒരു 10 വർഷം കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു 1000 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്ത രീതിക്ക് മാനേജ് ചെയ്യാനുള്ള കണക്കുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അതൊക്കെ ചെയ്യാൻ പറ്റുമോ, കാരണം സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ജില്ലയാണെങ്കിലും നല്ല റിസ്ക്കുള്ളതാണ്. അറിയാം, എനിക്കറിയാം, പക്ഷേ ഒരു ചാൻസ് തന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമുണ്ടോ, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണെന്ന് KST ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് സംസാരിക്കുകയും വൈക്കം വിശ്വൻ ചേട്ടൻ്റെ റെക്കമെൻഡേഷൻ്റെ പുറത്ത് ആദ്യമായിട്ട് കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം 2000 ചെയ്യാൻ പറ്റി. അതൊരു വിധം നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പിന്നീട് സംസ്ഥാന തലത്തിലേക്ക് കടക്കുന്നത് 2003 കോട്ടയത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് മാത്രമായിട്ട് സംസ്ഥാന കലോത്സവം നടക്കുന്ന സമയം. അതിന് പാചകം ചെയ്തു. സംസ്ഥാന കലോത്സവം അതിന് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിന് മുൻപ് ചേരുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കോട്ടയംകാരെന്നുള്ളൊരു പരിഗണന വെച്ചിട്ട് എന്നെ ഒരു കൺസിഡർ ചെയ്യുകയുണ്ടായി. അത് കോട്ടയത്തെ MD സെമിനാരിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിനും നന്നായിട്ട് ഭക്ഷണം കൊടുക്കുവാനും കഴിഞ്ഞു. പിന്നീട് 2005 കോട്ടയത്ത് സംസ്ഥാന ശാസ്ത്രമേള വന്നിരുന്നു. സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് പാചകം ചെയ്യാൻ വേണ്ടി ഞാൻ കൊട്ടേഷൻ കൊടുത്തു. അന്നൊക്കെ കൊട്ടേഷൻ കൊണ്ട് കൊടുക്കാറാണ് മതി. ഇപ്പോഴാണ് ആൾക്കാർക്ക് ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ജില്ലാ സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവം നന്നായിട്ട് ചെയ്ത സമയമായത് കാരണം അതിൻ്റെ ഒരു ഗുഡ് വില്ലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇതും എനിക്ക് അനുവദിച്ച് കിട്ടി. ആ സമയത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ മരണം. എനിക്കതിന് പോകാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. മരണം അച്ഛനെ കണ്ടു, എൻ്റെ മറ്റ് ശ്രാദ്ധം ചടങ്ങുകൾക്കൊന്നും എനിക്കന്ന് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഈ സംസ്ഥാന കലോത്സവം സംസ്ഥാന ശാസ്ത്രമേള ആദ്യമായിട്ട് സംസ്ഥാന തലത്തിലുള്ളൊരു വലിയൊരു മെഗാ ഇവൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസൻസോട് നിന്ന് മാറാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാനവിടെ നിന്ന് അത് 5-6 ദിവസത്തെ പരിപാടിയായിരുന്നു നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. പക്ഷേ മനസ്സിന് നല്ല വിഷമമുണ്ട്. കാരണം നമുക്ക് ജന്മം തന്ന അച്ഛൻ്റെ ശ്രാദ്ധം നടക്കുകയാണ്. ഒരു മകന് മരിച്ചുപോയ ആൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം കൂടിയാണിത്. പക്ഷേ ഒരാദ്യത്തെ സംസ്ഥാന തലത്തിലുള്ള ഒരു മെഗാ ഈവൻ്റ് എന്നുള്ള നിലയ്ക്ക് കോട്ടയത്തു നിന്ന് വിട്ടു നിന്നാൽ അതും MD സെമിനാരിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. മനസ്സുകൊണ്ട്
പ്രാർത്ഥിച്ചുകൊണ്ട് 2 തുളസിപ്പൂ എടുത്ത് കണ്ണിലർപ്പിച്ച് താഴെയിട്ട് നമസ്കരിച്ചു. എന്നിട്ട് ഞാൻ ആ പ്രോഗ്രാമിനോട് അവിടെ തന്നെ നിന്നത് ഫിനിഷ് ചെയ്യുക. വല്ലാണ്ട് ഹോണ്ട് ചെയ്തൊരു ദിവസമായിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ പുറപ്പെട്ടു പോയിട്ട് മുൻപ് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ, തിരിച്ച് വിളിച്ച് നാട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് അവസാന കാലത്ത് അച്ഛനൊരു ശ്രാദ്ധം ചെയ്യാനോ ഒരു പിണ്ടം വയ്ക്കാനോ കഴിയാത്തൊരു വിഷമം. പക്ഷെ അന്നും എൻ്റെ പ്രൊഫഷനോട് തോന്നിയിരുന്ന, അല്ലെങ്കിൽ ഈ പാചകമേ എനിക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. പോയാലൊരു പക്ഷേ ഒന്നും സംഭവിക്കുകയില്ലായിരിക്കും, പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു. വിട്ടു നിന്ന് കഴിഞ്ഞാൽ നിൽക്കുന്ന പണിക്കാരെ എത്രമാത്രം ഗൗരവത്തോടെ അത് എടുക്കുമെന്ന് അറിയുന്നില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുക ചെയ്തത്. അപ്പോൾ ഒരു പാചകക്കാരനുണ്ടാകാവുന്ന വിഷമങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു ഭൂമി കുലുക്കം വന്നെല്ലാം തകർന്നു പോയാലും നമ്മൾ സമയത്ത് ഭക്ഷണം ഏറ്റിട്ടുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ഥലം കൂടിയാണ് പറയാനുള്ളത്. നമുക്ക് അനങ്ങാൻ പറ്റില്ല. ശരിക്കും കയറില്ലാണ്ട് കെട്ടിയിടുന്ന ഒരു സമ്പ്രദായം. അവിടെ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. കാരണം നമ്മൾ അതൊക്കെ നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫിൽ കുടുംബത്തിലേക്ക് ഒതുങ്ങുന്ന കാര്യങ്ങൾ 3, 4, 5 ആൾക്കാരിൽ ഒതുങ്ങേണ്ട വിഷയങ്ങളാണ് അതൊക്കെ നടക്കുക. ഇത് 5000, 6000, 7000 ആൾക്കാർ ഇറങ്ങി വരുന്നൊരു പ്രോഗ്രാം നടക്കുന്നിടത്ത് നമ്മൾ അവരോടെല്ലാം ആൻസറബിളാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ. അതുകൊണ്ട് നമ്മൾ അതിനോട് നിന്നേ പറ്റുള്ളൂ. പിന്നീട് ഈ സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്ത് തുടങ്ങിയതൊരു കൂടി തന്നെ പാചകത്തിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് കൂടി വരുന്നതിനനുസരിച്ച് എനിക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഓർഡറുകൾ വരികയും ഒന്ന് പാചകം ചെയ്ത് കൊടുക്കാൻ അവസരം ചോദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 2008 ആദ്യമായിട്ട് വിദേശയാത്ര നടത്തുകയുണ്ടായി. ഷാർജയിൽ വെച്ചിട്ട് ഒരു ഓണക്കാലത്തൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ എൻ്റെ വിദേശയാത്ര. അതുപോലെ തന്നെ മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടായത് 2008 തന്നെയായിരുന്നു.